നമസ്കാരം. പഴകും തോറും വീര്യം കൂടുന്ന പാട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഒരു ഭക്തിഗാനം കൊണ്ട് വലിയൊരു പുരുഷാരത്തെ കയ്യിലെടുക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? എന്നാൽ കഴിയും എന്നാണ് MG അണ്ണൻ, അതായത് നമ്മുടെ സാക്ഷാൽ MG ശ്രീകുമാർ കാണിച്ചു തന്നിരിക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച MG ശ്രീകുമാറും സംഘവും നടത്തിയ ഗാനമേളയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്. പുതുതലമുറ അത് കേട്ട് മതിമറന്ന് ആസ്വദിക്കുന്നതും ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. അതായത് ഒരു ഭക്തിഗാനം കേട്ട് അതിൽ മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു യുവജനതയെ അത്രയും നമ്മൾ കണ്ട് പരിചയമില്ല. റാപ്പർമാരും അൺപ്ലഗ് പാട്ടുകളും കൃത്രിമ തൊണ്ടയും വെച്ച് പാട്ട് പാടി കയ്യടി നേടാൻ പാടുപെടുന്നവർക്ക് മുന്നിൽ ഒറിജിനൽ സാധനം പിടച്ചാണ് MG ശ്രീകുമാർ പവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മെലഡിയും റൊമാൻറ്റിക്കും അതുപോലെ തന്നെ ഫാസ്റ്റ് നമ്പറും അങ്ങനെ എന്തും പോകും. 90s കിഡ്സിന് മാത്രമല്ല ന്യൂജൻ പൂക്കീസിന് വരെ MG അണ്ണൻ ഇന്ന് മുത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടില്ലാതെ ഒരു ഉത്സവകാലവും കടന്നു പോകില്ല. വേൽമുരുക ഹരോഹരയും രാമായണ കാറ്റയും ധാങ്കടക്ക ദില്ല ദില്ലവും ഒക്കെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാനങ്ങളുമായി അഡ്രിനാലിൻ റഷ് കയറ്റാൻ MG അണ്ണൻ തന്നെ വരേണ്ടി വരും. ഒരിടയ്ക്ക് പലരും MG ശ്രീകുമാറിനെ വേടനുമായി ഉപമിക്കുന്നത് കണ്ടിരുന്നു. ഔട്ട്ഡേറ്റഡ് ആണ് MG ശ്രീകുമാർ എന്നും വേടനോളം ബ്രെത്ത് ലെവൽ ഇല്ല എന്നും അങ്ങനെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണവും അല്ലെങ്കിൽ ഒരു അജണ്ടയും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായതിനെ തുടർന്ന് MG ശ്രീകുമാറിനോട് അന്ന് മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. വേടനെ അറിയില്ല എന്ന് നടത്തിയ പ്രതികരണമാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. കഞ്ചാവ് കൈവശം വച്ചതിനെ തുടർന്ന് വേടൻ അറസ്റ്റിലായത് വലിയ വിവാദങ്ങളായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഒരു വർഷം മുൻപ്, അതായത് 2025 മെയ് മാസത്തിൽ ഈ കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു MG ശ്രീകുമാറിന്റെ പ്രതികരണവും വന്നത്. വേടനെ അറിയില്ല, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. കേരളത്തിൽ പാട്ട് പാടാൻ പോകാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ ലഹരി എന്നത് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയാണ്. സംഗീതം മാത്രമാണ് എൻ്റെ ലഹരി, മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കാറില്ല എന്നായിരുന്നു അന്ന് MG ശ്രീകുമാർ നടത്തിയ പ്രതികരണം. ഇവിടെ വേടനെ കുറിച്ച് പരാമർശിക്കുന്നില്ല, കൃത്യമായിട്ട് അദ്ദേഹത്തെ ഉദ്ദേശിച്ചൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ MG ശ്രീകുമാറിൻ്റെ ഈ പ്രസ്താവനയെ തെറ്റിദ്ധരിച്ച കടുത്ത ഭാഷയിൽ വിമർശിച്ച നിരവധി വേടൻ ഫാൻസ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ വേടനെ ഉദ്ദേശിച്ചല്ല ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് സൂചിപ്പിച്ച ആ വിവാദം MG ശ്രീകുമാർ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വേടൻ MG ഫാൻ ഫൈറ്റിന് തുടക്കമായത്. ഇപ്പോൾ ഈ വീഡിയോകൾ തരംഗമായതോടെ അവർക്കുള്ള, അതായത് വേടൻ ഫാൻസിന്റെ നിലപാടുകൾക്കുള്ള ഒരു മറുപടി കൂടി കമന്റുകളായി വരുന്നുണ്ട്. ആളുകളെ കയ്യിലെടുക്കാനും ആവേശം കയറ്റാനും ഫാസ്റ്റ് നമ്പർ വേണമെന്ന ധാരണ മാറ്റുന്ന MG ശ്രീകുമാർ എല്ലാ കാലത്തെയും സ്റ്റാറാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.